തന്നെയാണ്, ഒരുപാട് ദൂരമില്ല. ഇപ്പം നല്ല മഴയാണ്. അതൊരു മെസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നമുക്ക് ഭയങ്കര നല്ല ഫുഡും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആളുകളുടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നതാണോ, ആ ഒരു രീതിയിലൊരു തിരക്കൊക്കെ ആണോ എന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് അവിടുന്ന് കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർസൽ എടുക്കാം. ഓക്കെ, ശരി. എന്താ കഴിക്കാൻ പോണേ? ചോറ് കഴിക്കാൻ പോവാണ്. ഗീ റൈസ് കഴിക്കാൻ പോവാം. പാപ്പുവിനെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. പാപ്പുവിനെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഭയങ്കര ബോറടിക്കുന്നുണ്ട് അല്ലേ, ഒറ്റയ്ക്കായിട്ട്. നമുക്ക് ഇവിടുന്ന് കഴിക്കാം, വലിയ കുഴപ്പമില്ല, അധികം നിരക്കൊന്നുമില്ല. യെസ്, ഫസ്റ്റ് വന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇരിക്കാനായിട്ടൊരു ഒരൊറ്റൊരു പ്ലേസ് തന്നെ ആയിട്ടുണ്ട്. നല്ല ചമ്മന്തി, ഇതിനെന്തായിരുന്നു സല്ലാസ്, പിന്നെ അച്ചാറ്, വേറൊരു ഗ്രേവി ഉണ്ട്. പായസമുണ്ട്, അച്ചാറുണ്ട്, ഷല്ലാസ് ഉണ്ട്, ഗ്രേവിയാണ്. ആ ബിരിയാണി ഉള്ള നെയ്ച്ചോറ് ഫസ്റ്റ് പറയാനുള്ള ഈ സാലിന് അവർ ഫ്രീ ആയിട്ട് തരുന്ന, പക്ഷെ അത് തന്നെ ഭയങ്കര അടിപൊളി നെയ്ച്ചോറായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല റൈസ് അടിപൊളി. പപ്പന് ഇഷ്ടമായോ? അടിപൊളി കേട്ടോ, നല്ല റൈസ് ഉണ്ട്. ബിരിയാണി ഇഷ്ടപ്പെട്ടു, നെയ്ച്ചോറ് ഇഷ്ടപ്പെട്ടു, അടിപൊളി ടേസ്റ്റ്. അപ്പന് ഇഷ്ടമായോ? ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി അടിപൊളി, നെയ്ച്ചോറും അടിപൊളി, രണ്ടും അടിപൊളി. സൂപ്പർ ഫുഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിൻ്റെ മസാലയ്ക്ക്. നമ്മൾ ആമിക്കും കൂടെ ഉള്ളത് പാർസൽ എടുത്തു.